ഹലോ കുട്ടിയോൾസ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് കഴിഞ്ഞ ഒരുപാട് എക്സാമുകളിൽ essay മാർക്സിന് വന്നിട്ടുണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് വളരെ ഷോർട്ട് ആയിട്ടുള്ള, ക്രിസ്പ് ആയിട്ടുള്ള, ഈസി അണ്ടർസ്റ്റാൻഡിങ്ങുള്ള നോട്ട്സ് മാത്രമാണ്, ബേസിക് എക്സ്പ്ലനേഷനും മാത്രമാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ എൻഡ് വരെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. ഓക്കെ, സോ ഞാൻ ഡെഫിനിഷനിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എനിക്ക് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ എനിക്കുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കേരളക്കിട്ട് ഒരു കല്യാണത്തിന് പോടാം. അങ്ങനെ കല്യാണത്തിന് പോയി. ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് വളരെ ഒരു അടുത്ത കുടുംബമായിരുന്നില്ല, വളരെ അകന്ന കുടുംബമായിരുന്നു. അപ്പോൾ അകന്ന കുടുംബത്തിൽ കല്യാണത്തിന് പോയാലുണ്ടാകുന്ന ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പോസ്റ്റ് അടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ അവിടെ ഇരിക്കാൻ. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കുറച്ച് കാറ്ററിങ്ങിൻ്റെ പയ്യന്മാരെന്ത് ചെയ്യണം, അവിടെ ഫുഡ് സെർവ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ അവരുടെ വർക്കിംഗ് സ്ട്രക്ചർ ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്തു. എങ്ങനെയാണ് അവർ സാധനങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ആ പ്ലാൻ എങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു വിഷയം എന്താ അറിയോ, വളരെ എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് ഫ്രം A to Z, വളരെ ചെറിയ പയ്യന്മാരാണ്. എനിക്ക് തോന്നുന്നൊരു +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ ഒരു ഏജിലുള്ള പയ്യന്മാർ മാത്രമാണ്. വളരെ എഫിഷ്യൻ്റായിട്ട് എവിടെയും ഒരു ഗ്യാപ്പില്ലാതെ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അവർ ഫുഡ് എത്തിക്കുന്നു, തിരിച്ചു വരുന്നു. എല്ലാവരും ഒരു ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അത് കാണുന്ന ആളുകൾക്ക് തന്നെ ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ആ ഒരു വൈബ് എക്സാക്ട്ലി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് നമ്മൾ ഈ ടോപ്പിക്കിന് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എക്സാക്ട്ലി ആ ഒരു സംഭവം മനസ്സിലായിട്ടുള്ളത്. അതായത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഏത് ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലെ ഈ ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സപ്പോസ് ഡയറക്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, ഡയറക്റ്റ് എന്ന് പറയുന്നത് ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്, ആ രീതിയിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് ഡെഫിനേഷൻസ് മാത്രം പഠിച്ചു പോകാൻ പാടില്ല. നിങ്ങൾക്ക് പല സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ തിയറീസ് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനവിടെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെ ലീഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു പയ്യനാണ്. അവൻ്റെ പേര് ഷഹാസ് എന്നാണ്. അപ്പം ഞാൻ അവരോട് കുറച്ചൊന്ന് സംസാരിച്ചു. ആളെന്ത് ചെയ്യുന്നറിയോ, ആൾ ഭയങ്കര എനർജിക്കായിട്ട് തൻ്റെ കൂടെയുള്ള കൊളീഗ്സിനൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എടുക്കടാ ഫുഡ്, എടുക്കടാ, കൊടുക്കടാ, അതെടുക്ക്, റൈസ് എത്തിയില്ല, സലാഡ് എത്തിയില്ല, വെള്ളം എത്തിയില്ല, അവൻ നടുക്കുന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചടപട കൺട്രോൾ ചെയ്യാണ്. ആക്ച്വലി അതാണ് ഡയറക്റ്റിംഗ്. ഓക്കെ, സോ ഐ കം ടു ദ ടോപ്പിക്. സോ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ മാനേജ്മെൻറ്റ് ഡയറക്റ്റിംഗ് മീൻസ് ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ടു വർക്ക് ടുവാർഡ്സ് ദി ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഇതൊരു ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവിലാട്ടോ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു സ്പെസിഫിക് ആ ഒരു ടൈം ലിമിറ്റുള്ള ഒരു വർക്ക് മാത്രമാണ്. ഓക്കെ, സോ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന്, ഇവിടെ ഇറ്റ് ഈസ് എ ഗൈഡിങ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് എംപ്ലോയീസിനെ അവരെന്ത് ചെയ്യാണ്, ഗൈഡ് ചെയ്യാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ആ ഒരു കാറ്ററിംഗ് വർക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയോ, അതായത് എടാ അവിടെ ഫുഡ് എത്തില്ല കേട്ടോ, ഇവിടെ വെള്ളം എത്തില്ല കേട്ടോ, ഇവിടെ സാലഡ് എത്തില്ല, ഒന്ന് പെട്ടെന്ന് ഉഷാറാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കി. ഗൈഡിങ് ആണ്. അവരെന്താണ്, കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാണ്. പിന്നെന്താണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യാണ്. അവർ പോകുന്ന പയ്യന്മാരുടെ പുറത്തൊക്കെ തട്ടിയിട്ട് ഉഷാറാക്കട്ടോ, സെറ്റാണ്, നമുക്ക് പെട്ടെന്ന് പരിപാടി തീർത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇവിടുന്ന് പെട്ടെന്ന് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു പോകണം. അവരെന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാണ്. എന്തിനാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്, ടു വർക്ക് ടുവാർഡ്സ് ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇപ്പം ഇവിടെ ഒരു ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ ആ ഒരു കാറ്ററിംഗ് വർക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയോ, അവിടെ സപ്പോസ് ഒരു തൗസൻഡ്സ് ആൻഡ് 1500 ഓഫ് ആൾക്കാർ ചിലപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും ആളുകൾക്ക് 1000 to 1500 ആളുകൾക്ക് വളരെ കൃത്യമായി വൃത്തിയിൽ ഭക്ഷണം കൊടുക്കണം എന്നുള്ളതായിരിക്കും അവരുടെ ഗോൾ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാണ് ഈ പയ്യൻ, അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഒക്കെ ഒരു എനർജറ്റിക് വൈബിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡാക്കുകയാണ്. ഇതാണെന്ത് ഡയറക്റ്റിംഗ് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ഡയറക്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റിംഗ് മീൻസ് ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് അങ്ങനെ പഠിച്ചു പോകാൻ പാടില്ല. ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഈ ടോപ്പിക്കിലൊക്കെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അതാണ് ഡയറക്റ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഓർഗനൈസേഷൻ നമ്മൾ ഇവിടെ വരെ പറഞ്ഞു. ഇറ്റ് ഇൻവോൾവ്സ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്, ലീഡിങ് ടീംസ് ആൻഡ് മേക്കിംഗ് ഷുവർ എവറി വൺ ഈസ് വർക്കിംഗ് വെൽ ടുഗദർ. ഓക്കെ, അതായത് ഇവിടെ പ്രധാനമായിട്ട് അവർ നോക്കുന്നത് എന്താ, പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താ, അവിടെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ കൃത്യമായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട് അല്ലേ,
അവരെ കൃത്യമായിട്ട് ഒരു ലീഡർ അവിടെ തന്നെ ഉണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സർവൈലൻസ് പോലെ അവിടെ നിന്നിട്ട് എന്താണ്, അവിടെ ഫുഡ് എത്തിയില്ല, ഇവിടെ കുറച്ച് റൈസ് എത്താനുണ്ട്, ഇവിടെ വെള്ളം എത്തിയില്ല കേട്ടോ, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും, കൃത്യമായിട്ട് തന്നെ അവിടെ ലീഡ് ചെയ്യാണ്, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്, മേക്ക് ഷുവർ എവ്രി വൺ ഈസ് വർക്കിംഗ് വെൽ ടുഗദർ. എല്ലാവരും എനർജറ്റിക് ആയിട്ട് വൈബിൽ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അവർ കൃത്യമായിട്ട് അവിടെ ഡയറക്റ്റിങ്ങിൽ എൻഷുർ ചെയ്യുന്നത്. ടോപ്പിക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ ആൻഡ് കൺസൈസ് ആണല്ലോ, ഇത്ര മാത്രമുള്ളൂ ഡയറക്റ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡയറക്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഒരു തിയറീസും അങ്ങനെ ചാടിക്കടന്ന് പഠിക്കാൻ പാടില്ല, അതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയോ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരു സെക്കൻഡേ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ഇൻ മാനേജ്മെൻറ്റ് ഡയറക്റ്റിംഗ് മീൻസ് ഗൈഡിങ് ആണ്, അതുപോലെ തന്നെ എന്താണ് മോട്ടിവേറ്റിംഗ് ആണ് അല്ലേ. ഇതൊരു ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് പ്രോസസ്സാണ്. എന്തിനാ ഈ ഗൈഡും എന്തിനാ ഈ മോട്ടിവേഷൻ കൊടുക്കുന്നത്? സി ടുവാർഡ്സ് ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലേ. ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനും വേണ്ടി, ആ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ പറയുന്ന മോട്ടിവേഷനും ഇവർ ഈ പറയുന്ന ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്, ലീഡിങ് ടീംസ് ആൻഡ് മേക്കിംഗ് ഷുവർ എവരി വൺ ഈസ് വർക്കിംഗ് വെൽ ടുഗദർ. ഓക്കെ, ഇനി നമുക്ക് അതിന് എന്ത് ചെയ്യാം, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് ടോപ്പിക്സ് ആണ്, ഈസി ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻസ്. എന്താ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ ഫസ്റ്റ് എന്താണ്, പ്ലാനിങ് ആണ് അല്ലേ. ഫസ്റ്റ് പ്ലാനിങ് ആണ്, റൈറ്റ്. പ്ലാനിങ് ഉണ്ട്, അതിനുശേഷം എന്താണ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, അതിനുശേഷം വരുന്നതാണ് എന്ത്, ഈ പറയുന്ന ഡയറക്റ്റിംഗ് എന്നുള്ളൊരു ഫംഗ്ഷൻ വരുന്നത് അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെയൊക്കെ എന്താണ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ നമ്മൾ കാറ്ററിങ്ങിൻ്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, അതാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. അതായത് ഒരു 1000 to 1500 ഓഫ് ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് കൊടുക്കണം. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു, ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ എന്താ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തല്ലേ. അതിന് വേണ്ടുന്ന ടേബിള്, ചെയർ, നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ ഡ്രസ്സ്, കാറ്ററിംഗ് ഡ്രസ്സ്, അതിൻ്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തു. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ എന്താ, അതിന് വേണ്ടുന്ന കുറച്ച് പയ്യന്മാരെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 20 അല്ലേ, ഒരു 20-25 ഓഫ് പയ്യന്മാരെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാഫ് ചെയ്തു അല്ലേ. നമ്മളെ ഓർഗനൈസേഷനിലേക്ക് കൂടി നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാഫ് ചെയ്തു. ഇനി ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അവിടെ എന്ത് ചെയ്തു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ 3 പോയിന്റ് എന്താണ്, ഒരു പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു പ്ലാനിങ് ലെവലിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലേ. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഫിസിക്കലി എക്സിക്യൂഷൻ കാര്യങ്ങൾ സംഭവിക്കുന്നത് എവിടെയാ, ഡയറക്റ്റിങ്ങിലാണ്. അത് നിങ്ങളുടെ റോൾ ഇതാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഇതാണ്, നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യും, അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, അവർ കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ്സ്, ഒരു തുടക്കം കുറിച്ചു. എന്തിന്, ആക്ഷൻസിന് വേണ്ടി ഒരു തുടക്കം ഡയറക്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. ഡയറക്റ്റിംഗ് സ്റ്റാർട്ട്സ് ദി വർക്ക് അല്ലെ. ഡയറക്റ്റിംഗ് ആണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എന്താണ്, പ്ലാനിങ് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അവിടെ വർക്ക് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റിംഗ് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് എന്ത്, ഡയറക്റ്റിംഗ് സ്റ്റാർട്ട്സ് ദ വർക്ക്. ഇറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് നോ വാട്ട് ടു ഡു ആൻഡ് വെൻ ടു ബിഗിൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലേ. അതായത് വാട്ട് ടു ഡു, എന്ത് ചെയ്യണം, അതുപോലെ തന്നെ എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് നമ്മൾ പറയുന്നത്, ഈ പറയുന്ന ഡയറക്റ്റിങ്ങിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്, ഡയറക്റ്റിംഗ് സ്റ്റാർട്ട് ദ വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഡയറക്റ്റിംഗ് ഈസ് പേവാസീവ്. ഓക്കെ, ഈ വേർഡ് മീനിങ് മനസ്സിലാക്കുക. അതായത് സകല മേഖലകളിലും ഡയറക്റ്റിംഗ് ഉണ്ടാകും. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ സകല മേഖലകൾ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു സെക്കൻഡ്, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ അല്ലേ, ഇവിടെ എന്തുണ്ട്, ടോപ്പ് ഉണ്ട്, മിഡിൽ ഉണ്ട്, ലോവർ ഉണ്ട്. അപ്പോൾ പേവാസീവ് എന്ന് പറയുമ്പോൾ എന്താ, ഡയറക്റ്റിങ് ഈ എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അതായത് ടോപ്പ് ലെവലിലും ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. ടോപ്പ് ലെവലിലെ ആളുകൾ എന്ത് ചെയ്യും, അവരുടെ തൊട്ട് താഴെയുള്ള ജോലിക്കാർക്ക് ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. മിഡിൽ ലെവലിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, അവർക്കും ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. ലോവർ ലെവലിലെ എംപ്ലോയീസിന് എന്ത് ചെയ്യേണ്ടി വരും, ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. അതായത് ഒരു ബിസിനസ്സിൽ അതിൻ്റെ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡയറക്റ്റ് ചെയ്യേണ്ടി വരും. അവരെന്ത് ചെയ്യേണ്ടി വരും, ഗൈഡ് ചെയ്യേണ്ടി വരും, അവരെ ഇൻസ്ട്രക്ട് ചെയ്യേണ്ടി വരും, അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അതായത് മോട്ടിവേഷൻ ഈ ലെവലിലുള്ള ആളുകൾക്ക് മാത്രമാണ്, ഗൈഡൻസ് ഈ ലെവലിലുള്ള ആളുകൾക്ക് മാത്രമാണ്. അങ്ങനെ ഒന്നും ഉണ്ടോ, ഇല്ല. ബിക്കോസ് എന്താണ്, എല്ലാവരും മനുഷ്യരാണ്.
അതുകൊണ്ട് തന്നെ ഡയറക്റ്റിംഗ് എന്താണ്, ബിസിനസിന്റെ എല്ലാ മേഖലകളിലും എന്താണ്, അത് പ്രാക്ടിക്കലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റിംഗ് ഇസ് പേവാസീവ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് ഹാപ്പൻസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. എവറി മാനേജർ നീഡ്സ് ടു ഗൈഡ് ദെയർ ടീം. എല്ലാ മാനേജേഴ്സും എന്ത് ചെയ്യണം, അവരുടെ ടീമിനെ ഗൈഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഫൈൻ. ഇനി തേർഡ് പോയിന്റ് എന്താണ്, ഡയറക്റ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പോൾ കാറ്ററിംഗ് വർക്ക് നമ്മൾ എടുക്കുകയാണ്. ഇന്നത്തെ കാറ്ററിംഗിന് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. നാളത്തെ കാറ്ററിംഗ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെയും നമ്മൾ ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. മുന്നേ നമ്മൾ ചെയ്ത കാറ്ററിംഗിനൊക്കെ നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും ഏത് ബിസിനസ്സിൻ്റെ XYZ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും. അതെന്ത് ചെയ്യുന്നില്ല, എവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എല്ലാവരും എല്ലാം ഡെയിലി അവരെ ഗൈഡ് ചെയ്യേണ്ടി വരും, ഡെയിലി മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും, ഡെയിലി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടി വരും, ഡെയിലി അവരെ സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ഡെയിലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. എവിടെയും എന്തില്ല, ഒരു സ്റ്റോപ്പ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് സൈക്ലിക് പ്രോസസ്സാണ്. ക്ലിയർ ആണല്ലോ, ഓക്കെ. അതാണ് ഡയറക്റ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലേ. ഡയറക്റ്റിംഗ് ഡസൻ സ്റ്റോപ്പ്, ഡയറക്റ്റ് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. മാനേജേഴ്സ് കീപ് ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദെയർ ടീം എവറി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഈ പറയുന്ന മാനേജേഴ്സ് എന്ത് ചെയ്യണം, അവരെ ഗൈഡ് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. സെറ്റാണല്ലോ, ഓക്കെ. ഇതാണ് എന്ത് 3 പോയിന്റ്സ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്ന നോക്കാം. ഡയറക്റ്റിംഗ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം അല്ലേ. ഡയറക്റ്റിംഗ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്. അതായത് ഡയറക്റ്റിംഗ് എന്ത് ചെയ്യണം, ഈ ലെവലിൽ തന്നെ എന്ത് ചെയ്യണം, ഈ ലെവലിൽ എന്ത് ചെയ്യണം, ഫ്രം ടോപ്പ് ടു ബോട്ടം എന്നുള്ള സ്ട്രക്ചറിൽ തന്നെ എന്ത് ചെയ്യണം, ഫ്ലോ ചെയ്യണം. ബിക്കോസ് എന്താണ്, ടോപ്പ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിസീസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലേ. ഈ പോളിസീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഒരു ജോലിക്കാരൻ്റെ റോള് ഇതാണ് നമ്മൾ എവിടെ സെറ്റ് ചെയ്യുന്നത്, പോളിസിയിലാണ് അല്ലേ. അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്യുന്നത്, പോളിസീസിലാണ് അല്ലേ. ഏത് രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം, ഏതൊക്കെ ട്രെയിനിങ് മെത്തേഡ് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് ആരാ, ടോപ്പ് ലെവലാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഒരു ടോപ്പ് ടു ബോട്ടം എന്നുള്ള ഒരു ഫ്ലോയിൽ തന്നെ എന്ത് ചെയ്യണം, അത് വർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, അതാണ് ഡയറക്റ്റിംഗ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇൻസ്ട്രക്ഷൻസ് കം ഫ്രം ഹയർ ലെവൽ മാനേജേഴ്സ് ടു ലോവർ ലെവൽ എംപ്ലോയീസ് അല്ലേ. അതായത് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നത് ഇവിടുന്ന് താഴത്തോട്ടേക്കാണ് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ, ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഹ്യൂമൻ എലമെന്റ് ഇൻവോൾവ്സ് അല്ലേ. ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, മനുഷ്യന്മാരുടെ ഒരു കളിയാണല്ലേ. അതായത് അവരോട് പറയണ്ട, ഫുഡ് അവിടെ എത്തിക്കൂ, ഇവിടെ വെള്ളം എത്തിക്കൂ, സലാഡ് എത്തിക്കൂ, എന്തെങ്കിലും വിഷയമുണ്ടോ, എല്ലാം ഓക്കെ അല്ലേ, സെറ്റാക്കി കിട്ടോ. അപ്പോൾ ഓമ്പരടാ പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഒരു തലവേദന ഉണ്ട്, എനിക്ക് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവർക്ക് കൃത്യമായിട്ട് അവനെ ഇരുത്തി അവനെ മോട്ടിവേറ്റ് ചെയ്ത് അവന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവനൊന്ന് ഓൺ ദി ജോബ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് എന്താണ് അവനെ സെറ്റാക്കി എടുക്കേണ്ടി വരില്ല നമ്മൾ. അതായത് എന്താണ്, മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സോഷ്യൽ പ്രോസസ്സാണ് ഈ പറഞ്ഞ ഡയറക്റ്റിംഗ് എന്നുള്ളത് അല്ലേ. നല്ല രസമുള്ള ഒരു ടോപ്പിക്കല്ല ഡയറക്റ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹ്യൂമൻ എലമെന്റ് ഇൻവോൾവ്സ് അല്ലേ. ഡയറക്റ്റിംഗ് വർക്ക്സ് വിത്ത് പീപ്പിൾ. ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, മനുഷ്യന്മാരെ കൊണ്ടുള്ള ഒരു കളിയാണ് അല്ലേ. ഇറ്റ് ഇൻക്ലൂഡ്സ് ടോക്കിംഗ്. നമ്മൾ സംസാരിക്കണം, നിരന്തരം സംസാരിക്കും. നമുക്കൊരു മനുഷ്യൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നമുക്കറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആളായിട്ട് സംസാരിക്കുക. അപ്പോൾ ആ എംപ്ലോയി പറയും, എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് കേട്ടോ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൊള്ളായിരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ട്രെയിനിങ് കിട്ടിയത് ഞാൻ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവുമായിരുന്നു. അതൊക്കെ എന്തിനു ബേസില്ല, ടോക്കിങ്ങിന് ബേസില്ല. നമ്മൾ എന്ത് ചെയ്യും, അവരെ ഗൈഡ് ചെയ്യും. ഒരു വിഷയമില്ല, എന്താണ് ഒക്കെ സെറ്റാക്കാൻ പറ്റും. ഇപ്പോൾ എന്താണ്, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് സൊല്യൂഷൻ നമുക്ക് ട്രെയിനിങ് തരാം, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അതെന്താണ്, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എല്ലാ മനുഷ്യന്മാരുടെയും ഇമോഷൻസ് മനസ്സിലാക്കുക അല്ലേ. ബിക്കോസ് എന്താണ്, എല്ലാവരും പല സിറ്റുവേഷനോട് കടന്നു പോകുന്ന എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വീട്ടിലൊക്കെ ഒരുപാട് ചിലപ്പോൾ ഇഷ്യൂസ് ഒക്കെ ഉള്ള എംപ്ലോയീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നിരന്തരമായിട്ട് അവരുടെ ഇമോഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന അവരെ ലിസണിങ്. ഓക്കെ, ലിസണിങ് നിങ്ങൾ ടോപ്പിക്കിന് പുറമെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ലിസണിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ്, ഒരു മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ലിസണിങ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് വരുന്നത്, റൈറ്റ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ആട്ടോ. ഇമ്പോർട്ടൻസിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്താ, ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻസാ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആട്ടോ. അതായത് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇനീഷ്യേറ്റ്സ് ആക്ഷൻസാ. അത് പറയാനുള്ള കാരണം എന്താ അറിയോ, പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള കാരണം എന്താ അറിയോ, ഇതിന് മുന്നേ പറഞ്ഞ പ്ലാനിങ് ആയിക്കോട്ടെ, ഓർഗനൈസിങ് ആയിക്കോട്ടെ, സ്റ്റാഫിംഗ് ആയിക്കോട്ടെ, അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു ആക്ഷൻ നടക്കുന്നില്ല. അതൊക്കെ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് പ്രോസസ്സ് മാത്രമാണ്. വർക്ക് തുടങ്ങുന്നത് എവിടെയാണ്, ഡയറക്റ്റിങ്ങിലാണ്. റോള് കൊടുക്കുന്നത്, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നത്, ഗൈഡ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അല്ലേ, ട്രെയിനിങ് കൊടുക്കുന്നത് ഒക്കെ എവിടെയാണ്, ഡയറക്റ്റിങ്ങില്ല. ആയതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അല്ലേ. ഓക്കെ,
പിന്നെന്താ ഇൻ്റഗ്രേറ്റ്സ് എംപ്ലോയി എഫേർട്ട് അല്ലേ, അത് ഡയറക്റ്റിംഗ് ഹെൽപ്സ് എവറി വൺ വർക്ക് ടുഗദർ ആസ് എ ടീം ടു റീച്ച് ദ സെയിം ഗോൾസ് അല്ലേ. അതായത് ഇപ്പോൾ കാറ്ററിംഗിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തില്ലേ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, എന്താ നമ്മൾ സംഭവിച്ചത്, ഒരാൾ മാത്രം നിന്നിട്ട് ഇങ്ങനെ അത് കൊടുക്കുക ഇത് കൊടുക്കുന്ന പറഞ്ഞ കാര്യം അവിടെ ഒരു എഫിഷ്യൻ്റ് വർക്ക് നടക്കുമോ? 1000 പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതായത് വെള്ളം സപ്ലൈ ചെയ്യുന്ന പയ്യൻ എന്ത് ചെയ്യണം, സ്പീഡായിട്ട് നല്ല എഫിഷ്യൻ്റ് വെള്ളം സപ്ലൈ ചെയ്യുക. റൈസ് കൊടുക്കുന്ന പയ്യൻ എന്ത് ചെയ്യണം, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റൈസ് സപ്ലൈ ചെയ്യുക. സലാഡ് കൊടുക്കുന്ന പയ്യൻ എന്ത് ചെയ്യണം, അതിന് പിറകെ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യുക, അവിടെ എത്തിക്കുക. ഓക്കെ, അങ്ങനെ എല്ലാവരും പാടെ ഒരുമിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡയറക്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ബൈ റിസൾട്ട് ആണെന്ത്, ഈ ഗ്രൂപ്പ് എഫേർട്ടിനെ നമുക്ക് എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഡയറക്റ്റിംഗ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ്സ് എംപ്ലോയീസിൻ്റെ എഫേർട്സ് എന്ത് ചെയ്യും, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, അതിനെന്ത് ചെയ്യും, ഒന്ന് കൂട്ടി ഒറ്റ ഒരു കുടക്കയിലേക്ക് കൊണ്ടുവരും, മലയാളത്തിൽ അങ്ങനെ പറയാം അല്ലേ. ഡയറക്റ്റിംഗ് ഹെൽപ്സ് എവറി വൺ വർക്ക് ടുഗദർ ആസ് എ ടീം. ഓക്കെ, ടീം വർക്ക് അല്ലേ, ഒരു ടീം വർക്ക് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റിങ്ങിൽ കൃത്യമായ ഡയറക്ഷൻ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല എംപ്ലോയീസിൻ്റെ വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടീം വർക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ടു റീച്ച് ദി സെയിം ഗോൾസ് അല്ലേ. എല്ലാവരുടെയും ഗോൾസ് എന്താണ്, അവിടെ സെയിം ആയിരിക്കും അല്ലേ. 1000 പേർക്ക് ഫുഡ് കൊടുക്കുക, അതാണ് എല്ലാവരുടെയും ഗോൾ. ഓക്കെ, പിന്നെ വരുന്നത് എന്താ, ഹെൽപ്സ് ഇൻ മോട്ടിവേഷൻ. ഡയറക്റ്റിംഗ് എൻകറേജസ് എംപ്ലോയീസ് ആൻഡ് കീപ് ദം മോട്ടിവേറ്റഡ് ടു ദിയർ ബെസ്റ്റ് അല്ലേ. കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കിട്ടിയ എന്താണ്, ആൾക്കാർ മോട്ടിവേറ്റഡ് ആവും അല്ലേ. ഒന്നുമില്ല, നമ്മൾ ലിസൺ ചെയ്യുന്ന സമയത്ത്, അവരെ ഗൈഡ് ചെയ്യുന്ന സമയത്ത്, അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ എന്താണ് ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ ആരെങ്കിലൊക്കെ നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം. കാരണം ബിക്കോസ് അയാൾ നമ്മളോട് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ സൂപ്പർവൈസർ. ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വർക്ക് ഞാൻ വൃത്തിക്ക് ചെയ്തോളാം അല്ലേ. ഒരു മോട്ടിവേഷൻ എന്താണ് അവിടെ നമുക്ക് ഒരു മോട്ടിവേഷൻ ട്രിഗർ ചെയ്യും അല്ലേ അവിടെ. അതാണ് ഇവിടെ ഈ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ. ഹെൽപ്സ് ഇൻ മോട്ടിവേഷൻ, ഡയറക്റ്റിംഗ് എൻകറേജസ് എംപ്ലോയീസ് ആൻഡ് കീപ് ദം മോട്ടിവേറ്റഡ് ടു ഡു ദെയർ ബെസ്റ്റ്. ഓക്കെ, അതാണ് ദി ഇമ്പോർട്ടൻസിലെ ഫസ്റ്റ് 3 പോയിന്റ്സ്. നെക്സ്റ്റ് എന്താണ്, ഇനി ലാസ്റ്റ് 2 പോയിന്റ്സ് ആട്ടോ. ഹെൽപ്സ് ടു ബ്രിങ് സ്റ്റെബിലിറ്റി അല്ലേ. ഡയറക്റ്റിംഗ് ക്രിയേറ്റ്സ് എ സ്റ്റേബിൾ വർക്ക് എൻവയോൺമെന്റ് വേർ എവറി വൺ നോ ദെയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇവിടെ പിന്നെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ പറയുക, ഇപ്പോൾ ഫുഡ് കാറ്ററിങ്ങിൻ്റെ സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. 2 പേര് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാണ്, റൈസ് കൊണ്ട് കൊടുക്കുകയാണ്. അതായത് ഒരു പയ്യൻ വെള്ളമായിരുന്നു എടുക്കേണ്ടത്, ഒരു പയ്യൻ റൈസ് ആയിരുന്നു എടുക്കേണ്ടത്. പക്ഷേ അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഒരു റോളിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണ് 2 പേരും ഒരുമിച്ച് റൈസ് കൊണ്ടുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു, റൈസ് കുറേ പെട്ടെന്ന് തീരുകയും ചെയ്തു, അവിടെ ഒന്നും വെള്ളം എത്തിയിട്ടില്ല അല്ലേ. അവിടെ എന്തായി, ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആയല്ലേ. അവിടെ ഒരു എന്താ പറയുക, അൺസ്റ്റേബിൾ സിറ്റുവേഷൻ അവിടെ എന്ത് ചെയ്തു, എറൈസ് ചെയ്തു. റൈറ്റ്, അതാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള റോൾസും കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സ്റ്റെബിലിറ്റി എന്നുള്ള പോയിന്റ് എക്സ്പ്രഷൻ നിങ്ങൾ എഴുതിക്കോ. ഡയറക്റ്റിംഗ് ക്രിയേറ്റ്സ് എ സ്റ്റേബിൾ വർക്ക് എൻവയോൺമെന്റ്. ഡയറക്റ്റിംഗ് എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുന്നതാണ്. വേർ എവറി വൺ നോ ദിയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എല്ലാവർക്കും അവരുടെ റോൾ, എൻ്റെ ജോലി എന്താണ്. ഇതേ സിറ്റുവേഷനാണ് നിങ്ങൾ ആമസോണിലൊക്കെ നടക്കുന്നത് കേട്ടോ. ആമസോണിൽ സെയിൽസ് മാനേജർ ഉണ്ടാവും, അയാൾ എന്ത് ചെയ്യുക, സെയിൽസ് മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പം പ്രൊഡക്ഷൻ ഉണ്ടാവും, അയാൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഒരാൾ എന്തുണ്ടാവും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവും, അവരെന്ത് ചെയ്യുക, റിസർച്ച് മാത്രം നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, കൃത്യമായിട്ട് റോൾ കൊടുക്കും, കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. ആയതുകൊണ്ട് തന്നെ എന്താണ്, ഒരേ കാര്യം എന്ത് ചെയ്യില്ല, 2 പേര് ഒരുമിച്ച് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ എന്തുണ്ടാവും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? റൈറ്റ്, ഓക്കെ. പിന്നെ വരുന്നതാണ് എന്ത്, ഫെസിലിറ്റേറ്റ് ചേഞ്ച് അല്ലേ. നല്ല മോട്ടിവേഷൻ എല്ലാവരും കൊടുക്കുകയാണ്, എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കുകയാണ്, എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ്, ഗൈഡൻസ് കൊടുക്കുകയാണ്. ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അവിടെ പെട്ടെന്നൊരു മാറ്റം ബിസിനസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാവരും അത് അഡാപ്റ്റ് ചെയ്യാൻ റെഡി ആവും അല്ലേ. ബിക്കോസ് എന്താണ്, ഓക്കെ, അവർ എപ്പോഴും എന്താണ് ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് അവരൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്താണ്, പെട്ടെന്നൊരു മാറ്റം ബിസിനസ്സിലൊക്കെ, എന്തെങ്കിലും ഒരു മാറ്റം, പുതിയ മെഷീൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓക്കെ, നോ ഇഷ്യൂസ്, നമ്മൾ റെഡിയാണ്, ആ മാറ്റങ്ങൾക്ക് നമ്മൾ റെഡിയാണ്. എന്താണ്, ബിക്കോസ് എന്താണ്, അവരൊക്കെ എന്താണ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസാണ്. അവർ ഏത് മാറ്റങ്ങൾക്കും റെഡി ആയിട്ട് നിൽക്കും. ഇനി മോട്ടിവേഷൻ ഇല്ലാത്ത എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിലോ ഒരു പേടി ഉണ്ടാവില്ല, അയ്യോ അതൊന്നും ഇപ്പം ചെയ്യാം, ആ ഒരു ടെക്നോളജി വന്ന് എനിക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ. ഇവിടെ നമുക്ക് എന്താണ്, നല്ല മോട്ടിവേഷനും നല്ല ഗൈഡൻസും നല്ല ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇൻ കേസ് അറിയില്ലെങ്കിൽ പോലും നോ ഇഷ്യൂസ്, നമുക്ക് പഠിക്കാൻ പറ്റില്ലേ, അതിന് ട്രെയിനിങ് നമുക്ക് തരുന്നുണ്ട്. ആ ഒരു മെൻറ്റാലിറ്റി അവർക്ക് ഉണ്ടാവും. അതാണ് പറയുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യും. നല്ല ഒരു ഡയറക്റ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അവിടെ ഒരു ചേഞ്ചിന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ആളുകൾക്ക് ഉണ്ടാവും. ഓക്കെ, ഡയറക്റ്റിംഗ് ഹെൽപ്സ് എംപ്ലോയീസ് അഡാപ്റ്റ് ടു ന്യൂ ചേഞ്ചസ് ഇൻ ദി വർക്ക് പ്ലേസ് അല്ലേ. അതായത് വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് എബിലിറ്റി എന്തുണ്ടാവും, ഈ പറയുന്ന എംപ്ലോയീസിന് ഉണ്ടാകും എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഓക്കെ, അത് കഴിഞ്ഞു കേട്ടോ, പോയിന്റ് കഴിഞ്ഞു. നമുക്കൊന്ന് അതൊന്ന്
പോട്ടെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് എന്താണ്? ഇനീഷ്യേറ്റ്സ് ആക്ഷൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇത് എന്ത് ചെയ്യാണ്? ഇൻ്റഗ്രേറ്റ്സ് അല്ലെ. ഇൻ്റഗ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക, ഹെൽപ്സ് ഇൻ മോട്ടിവേഷൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ഹെൽപ്സ് ടു ബ്രിങ് സ്റ്റെബിലിറ്റി അല്ലെ. ഓർഗനൈസേഷൻ സ്റ്റെബിലിറ്റി എങ്ങനെ കൊണ്ടുവരിക? കൃത്യമായിട്ട് റോൾസും റെസ്പോൺസിബിലിറ്റീസും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എന്തും അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. പിന്നെ എന്താണ്? ഫെസിലിറ്റേറ്റ് ചേഞ്ച് അല്ലെ. അവിടെ മാറ്റങ്ങൾ അനുസരിച്ച് അവർ എന്ത് ചെയ്യും? അവിടെ മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും? അവർ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, കൃത്യമായ ഡയറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനിയാണ് എസ് എ മാർക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എന്താണ്? എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, എക്സാമിനേഷൻ വ്യൂ പോയിന്റിലുള്ള, ബിക്കോസ് എന്താണ് ഓൾമോസ്റ്റ് ടൈം ഓൾറെഡി ആയല്ലേ, അതായത് എക്സാമിന് അടുപ്പിച്ച ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പോകുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സൂപ്പർവിഷൻ ആട്ടോ. സൂപ്പർവിഷൻ എന്താണ്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, കഴിഞ്ഞ എക്സാമിനൊക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൂപ്പർവിഷൻ. പിന്നെ നമ്മൾ മോട്ടിവേഷൻ, പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ലീഡർഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് എന്ത് ഡയറക്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 4 എലമെൻറ്റ്സ് കേട്ടോ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പർവിഷൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് സൂപ്പർവിഷൻ? ഇതാണ് സൂപ്പർവിഷൻ. എന്താണ് സൂപ്പർവിഷൻ? ഇതാണ് സൂപ്പർവിഷൻ. എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓവർസീയിങ് എംപ്ലോയീസ്. എംപ്ലോയീസിന് എന്ത് ചെയ്യുക? ഇങ്ങനെ എന്ത് ചെയ്യുക? ഓവർസീ ചെയ്യുക. അവരുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മൾ കാറ്ററിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ ചില പ്രായമുള്ള നമ്മുടെ മാമന്മാരൊക്കെ ഉണ്ടാവും അല്ലേ, ആ പയ്യനെ എന്ത് ചെയ്യില്ല, ആ വെള്ളം വെച്ചത് ശരിയായിട്ടില്ല, അങ്ങനെയല്ലായിരുന്നു അല്ലേ വെക്കേണ്ടത് അല്ലേ. ഒരുപാട് അഭിപ്രായങ്ങൾ അവർക്കുണ്ടാവും. അവർ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യാണ്, നമ്മളിങ്ങനെ ഓവർസീ ചെയ്യാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ പഠിക്കുന്നുണ്ടാവും അല്ലേ. അതാണ് ഇത് സൂപ്പർവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് സൂപ്പർവിഷൻ ദ പ്രോസസ് ഓഫ് ഓവർസീയിങ്. ഇങ്ങനെ നോക്കുക, ഇതാണ് സംഭവം കേട്ടോ. ഓവർസീയിങ് എംപ്ലോയീസ് ആണ്. ഓക്കെ, ആൻഡ് ഗിവിംഗ് ദം ഇൻസ്ട്രക്ഷൻസ് അല്ലേ. വെറും ഓവർസീയിങ് മാത്രമാണോ? അത് മാത്രം ചെയ്തിട്ട് അവർ തിരിച്ചു പോവാണോ? അല്ല, ഓവർസീ ചെയ്യുന്നു, അതിൻ്റെ കൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു? ഗിവിംഗ് ദം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് അല്ലേ. അവർ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലേ. എവിടെയെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ ആ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഇങ്ങനെ ചെയ്യണം, അവിടെ ഇങ്ങനെ ചെയ്യണം, ആ മാറ്റങ്ങൾ കൊണ്ടുവരണം, കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഇതൊക്കെ എന്ത് ചെയ്യും? ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ്? ടു ഹെൽപ്പ് ദം പെർഫോം ദർ ടാസ്ക് എന്താണ്? എഫക്റ്റീവായിട്ട് എന്താണ് അവരുടെ ടാസ്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബൈ റിസൾട്ട് അല്ലേ. അതായത് ഇവരുടെ ടാസ്ക് എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് നമുക്ക് എംപ്ലോയീസിനെ മാറ്റിയെടുക്കാൻ പറ്റും. റൈറ്റ്. എ സൂപ്പർവൈസർ വാച്ചസ് ഹൗ എംപ്ലോയീസ് വർക്ക് അല്ലേ. എങ്ങനെയാണ് ഹൗ എംപ്ലോയീസ് വർക്ക്, പ്രൊവൈഡ് ഗൈഡൻസ്. ഇവിടെ എന്താണ് ഗൈഡൻസ് കൊടുക്കുകയാണ്. ആൻഡ് മേക്ക് ഷുവർ ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു അല്ലേ. മേക്ക് അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു ടു അച്ചീവ് ദെയർ ഗോൾസ് അല്ലേ. അതായത് എന്താണ് സൂപ്പർവൈസർ എന്താ ചെയ്യുന്നത്? ഹൗ എംപ്ലോയീസ് വർക്ക്. എംപ്ലോയീസ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്? ബിസിനസ് നമ്മൾ വിചാരിച്ച രീതിയിലാണോ, നമ്മൾ പറഞ്ഞ മെത്തേഡിലാണോ? അതൊക്കെ ഒന്ന് ഇവിടെ നോക്കല്ലേ. ഹൗ എംപ്ലോയീസ് വർക്ക്. എന്ത് ചെയ്യും? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഗൈഡൻസ് കൊടുക്കും കേട്ടോ. അതായത് ആ രീതിയിലല്ല കേട്ടോ, നമുക്ക് ഈ രീതിയിൽ ചെയ്താലോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഈ രീതിയിൽ ചെയ്യലാണ്, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ രീതിയിലൊന്ന് ചെറിയൊരു മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാം. അത് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കും അല്ലേ. ആൻഡ് മേക്ക് ഷുവർ ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചോദിക്കൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ എന്താ ചെയ്യേണ്ടുള്ള വിഷയം, മാറ്റം കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് നമ്മൾ എന്ത് ചെയ്യും? അവരോട് ചോദിക്കും അല്ലേ. ടു അച്ചീവ് ദിയർ ഗോൾസ് അല്ലേ. അവരുടെ ഗോൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ബിസിനസിൻ്റെ ഗോളായിരിക്കും അവരുടെയും ഗോൾ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് എന്ത് സൂപ്പർവിഷൻ എന്നുള്ള ഒരു പോയിന്റ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. എന്താണ് ഇത്? പ്രോസസ് ഓഫ് ഓവർസീയിങ് എംപ്ലോയീസ് ആണ് ആൻഡ് ഗിവിംഗ് ദം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ടാസ്കുകൾ എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. എ സൂപ്പർവൈസർ വാച്ചസ് ഹൗ എംപ്ലോയീസ് വർക്ക് അല്ലെ. എങ്ങനെയാണ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ഗൈഡൻസ് കൊടുക്കുക. ആൻഡ് മേക്ക് ഷുവർ ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു ടു അച്ചീവ് ദിയർ ഗോൾസ്. അതാണ് എന്ത് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ്. ഓക്കെ, സെറ്റാണല്ലോ, ഫൈൻ. ഓക്കെ, ഇനി എന്താണ് ഇമ്പോർട്ടൻറ്റ് ഓർ ഫങ്ഷൻ ഓർ റോൾ ഓഫ് സൂപ്പർവൈസർ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻസ് ചോദിച്ചാലും ഫംഗ്ഷൻ ചോദിച്ചാലും റോൾ ചോദിച്ചാലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ ആട്ടോ സൂപ്പർവൈസറുടെ. അപ്പോൾ സൂപ്പർവൈസറുടെ പ്രധാനപ്പെട്ട റോൾ എന്തായിരിക്കും? മെയിൻറ്റെയിൻസ് ഡേ ടു ഡേ കോണ്ടാക്ട് അല്ലേ. അതായത് ഒരു സൂപ്പർവൈസർ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ആ ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണം. ഡേ ടു ഡേ എല്ലാ ദിവസവും ഡെഫിനറ്റ്ലി സൂപ്പർവൈസറുടെ ജോലി തന്നെ അതാണ്. ദിവസം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് അസൈൻ ചെയ്യുന്ന കുറച്ച് എംപ്ലോയീസ് ഉണ്ടാവും, അവരുടെ കാര്യങ്ങൾ നോക്കുക, അവരുടെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവർ ഗൈഡൻസ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുക, ഒക്കെ ചെയ്യേണ്ടത് ആരാണ്? സൂപ്പർവൈസർ ആണല്ലേ. അപ്പോൾ എന്താ സൂപ്പർവൈസേഴ്സ് റെഗുലർലി ചെക്ക് ഇൻ വിത്ത് എംപ്ലോയീസ് ടു സീ ഹൗ ദേ ആർ ഡൂയിങ് ആൻഡ് ടു ഓഫർ ഹെൽപ്പ് വെൻ നീഡ് അല്ലേ. അതായത്
ഹൗ ദേ ആർ ഡൂയിങ് അല്ലെ, എംപ്ലോയീസ് എങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് എന്ത് ചെയ്യുക, അവിടെ ഓഫർ ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ട് അത്രയേ ഉള്ളൂ അല്ലേ. അതായത് ഡേ ടു ഡേ എന്ത് ചെയ്യും, അവർ എംപ്ലോയീസ് ആയിട്ട് അവർ നിരന്തരം സംസാരിക്കും. എന്നിട്ട് അവരുടെ എങ്ങനെയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കും. എന്നിട്ട് എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗൈഡൻസ് കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും, എന്തെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കും അല്ലെ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും, ലിസൺ ചെയ്യും, ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. പിന്നെ വരുന്നതാണ് ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് ആണ്. അതായത് ഈ ലിങ്ക് എന്നൊക്കെ വന്നാൽ അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയോ, അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അവിടെ ബിസിനസ്സിൻ്റെ നമ്മുടെ ആ സ്ട്രക്ചർ വരയ്ക്കുക കേട്ടോ. ഈ ഒരു ടോപ്പ്, മിഡിൽ, ലോവർ അല്ലേ. ഈ സൂപ്പർവൈസർക്ക് വരുന്ന എവിടെയാണ്, ഈ പറഞ്ഞ ലോവർ ലെവലിലാണ്. ഇതിൻ്റെ താഴത്ത് എന്തുണ്ടാവും, ഇതിൻ്റെ താഴേക്ക് എംപ്ലോയീസ് ഉണ്ടാവും അല്ലേ. ഈ സൂപ്പർവൈസർ കീഴെ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ എന്താ ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ മാനേജേഴ്സ് ഉണ്ടാവും അല്ലേ, ഇവിടെ മാനേജേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ മാനേജറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ടോപ്പ് ലെവൽ എന്ത് ചെയ്യും, സൂപ്പർവൈസറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സൂപ്പർവൈസർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, എംപ്ലോയീസ് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എംപ്ലോയീസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് ആരാ, സൂപ്പർവൈസർ ആട്ടോ. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട റോളാണ് ഈ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, മാനേജർക്ക് പറയാനുള്ള വിഷയങ്ങളൊക്കെ എംപ്ലോയീസിനോട് പറയും. ഇനി എന്താണ്, എംപ്ലോയീസിൻ്റെ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് സൂപ്പർവൈസറോട് പറയും. സൂപ്പർവൈസർ എന്ത് ചെയ്യും, അത് മാനേജേഴ്സായിട്ട് സംസാരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ഒരു ലിങ്ക്, ഒരു ബ്രിഡ്ജായിട്ട് എന്താണ് സൂപ്പർവൈസർ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാണ് അല്ലേ. ഇവർ തമ്മിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് അവിടെ വർക്ക് ചെയ്യാണ്, റൈറ്റ്. അപ്പോൾ ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് ആണ് അല്ലേ. സൂപ്പർവൈസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫോർമേഷൻ ഫ്രം ഹയർ മാനേജ്മെന്റ് ടു വർക്കേഴ്സ് അല്ലേ. അതായത് ഇവിടുന്ന് എന്ത് ചെയ്യും, ഇൻഫോർമേഷൻ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആൻഡ് വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ എന്താണ്, തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ആ രീതിയിലാണ് പോകുക അല്ലേ. സൂപ്പർവൈസറോട് വിഷയം പറയും, അവിടുന്ന് എന്ത് ചെയ്യും, അത് മാനേജേഴ്സിനോട് എന്ത് ചെയ്യും, ആ വിഷയം പറയും. മേക്കിംഗ് ഷുവർ എവറി വൺ ഈസ് ഓൺ ദ സെയിം പേജ് അല്ലേ. എല്ലാവരും ഒരു സെയിം സ്ട്രക്ചറിലാണ് പോകുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഈ സൂപ്പർവൈസർ അത് കൃത്യമായിട്ട് അത് ഒബ്സർവ് ചെയ്യും അല്ലേ. അതായത് ഇവിടുന്നുള്ള കാര്യങ്ങൾ അവിടത്തേക്ക് എത്തുന്നുണ്ടോ, അവിടുന്നുള്ള കാര്യങ്ങൾ ഇവിടത്തേക്ക് എത്തുന്നുണ്ടോ, ഒക്കെ ആരാണ് ചെയ്യേണ്ടത്, സൂപ്പർവൈസറാണ് ചെയ്യേണ്ടത്. ഓക്കെ, 2 പോയിന്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, മെയിൻറ്റെയിൻസ് ഗ്രൂപ്പ് യൂണിറ്റ് അല്ലേ. സൂപ്പർവൈസേഴ്സ് എൻകറേജ് ടീം വർക്ക് ആൻഡ് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഹെൽപ്പിംഗ് എവറി വൺ വർക്ക് വെൽ ടുഗദർ അല്ലേ. അതായത് സൂപ്പർവൈസർ എന്ത് ചെയ്യും, എപ്പോഴും ഒരു ഗ്രൂപ്പ് യൂണിറ്റ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. എങ്ങനെയാണ് അവർ ചെയ്യുക, ടീം വർക്കിനെ എൻകറേജ് ചെയ്ത് കൊടുക്കും അല്ലേ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബിസിനസ് ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് എന്താ അറിയോ, ടീം വർക്കാണ്. അതിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് എഫേർട്ട് എടുത്താലേ ആ ഒരു ബിസിനസ് സക്സസ് ആവുള്ളൂ. കാറ്ററിംഗ് വർക്കിനെ നമ്മൾ എടുത്തല്ലേ, ഏതെങ്കിലും ഒരു പയ്യൻ വെള്ളം എത്താൻ മാത്രം ലേറ്റ് ആയാൽ മതി, എന്തായി അവിടെ ബാക്കിയുള്ള ആളൊക്കെ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു വെള്ളം എത്ര ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളോട് ആ ഒരു നെഗറ്റീവ് ഇമേജ് അവിടെ വരും അല്ലേ. വെള്ളം എത്ര ലേറ്റ് ആയിട്ടോ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. അതിലെ A to Z പയ്യന്മാരും ഒരേ സമയത്ത് ഒരേ രീതിയിൽ ഒരേ മോട്ടിവേഷനിൽ ഒരേ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ് സക്സസ് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, അതൊക്കെ സൂപ്പർവൈസറുടെ ഒരു എബിലിറ്റിയാണ്. ടീം വർക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എൻകറേജ് ചെയ്യിപ്പിക്കുക, ടീം വർക്കൊക്കെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരെയും എന്താണ് പരിഗണിക്കുന്ന, എല്ലാവരുടെയും പ്രയാസങ്ങൾ കേൾക്കുന്ന, എല്ലാവർക്കും കൃത്യമായ സമയത്ത് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ ഹാപ്പി ആയി കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പം ഞാനൊരു അക്കാഡമിയിൽ വർക്ക് ചെയ്യാണ്, ഞാൻ ഹാപ്പി ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ എന്താവും, ഹാപ്പി ആവും അല്ലേ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ക്ലാസ് എടുക്കുകയാണ്, ചിരിച്ചോട് സംസാരിക്കുകയാണൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, അവർക്കൊക്കെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും അല്ലേ. അതേപോലെ തന്നെ ഞാനിപ്പം അങ്ങനെ വലിയ മൂടൊന്നുമില്ല, എനിക്ക് ആകെ ഇങ്ങനെ എപ്പോഴും ഡള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവരും എന്താണ് അത് കാണുന്ന ഒരു ഡൾനെസ് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ടീമിൽ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യണം. അത് സൂപ്പർവൈസറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എബിലിറ്റി ആട്ടോ. ഹെൽപ്പിംഗ് എവറി വൺ വർക്ക് വെൽ ടുഗദർ. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് യൂണിറ്റി. ഓക്കെ, ensure performance of work. Okay, supervisors make sure that tasks are completed correctly and on time by monitoring work and providing support. Okay, അതുപോലെ തന്നെ എന്താണ് ഈ സൂപ്പർവൈസർ എന്ത് ചെയ്യണം, വർക്കിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. എൻഷുർ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്നുണ്ടോ, ചെയ്യേണ്ട രീതിയിൽ തന്നെയാണോ വിഷയങ്ങൾ ചെയ്യേണ്ടത്, ഒന്നുമില്ല. അവിടെ ഫുഡ് എത്തിയിട്ടുണ്ട് അല്ലേ, വെള്ളം എവിടെയും വിട്ടുപോയിട്ടില്ലല്ലോ. ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ട്, വെൽക്കം ഡ്രിങ്ക് അവിടെ സെറ്റല്ല, ഫ്രണ്ടിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഒന്ന് എൻഷുർ ചെയ്യണം. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്, സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വരുന്നത് എന്താണ്, പ്രൊവൈഡ്സ് ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ്. ഓക്കെ, സൂപ്പർവൈസർ എന്ത് ചെയ്യും, ഏതെങ്കിലും എംപ്ലോയീസിനെ ഏതെങ്കിലും തരത്തിൽ വർക്കിനെ പറ്റി വലിയൊരു ധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ത് ചെയ്യും, ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹെൽപ്പിംഗ് ദം ലേൺ ഇൻ റിയൽ സിറ്റുവേഷൻ. ഒരു റിയൽ സിറ്റുവേഷൻ എന്ത് ചെയ്യും, അവരെ ഒരുപാട് തരത്തിൽ എന്ത് ചെയ്യും, സൂപ്പർവൈസർ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, അതാണ് ഈ പറയുന്ന പോയിന്റ് കേട്ടോ. പ്രൊവൈഡ്സ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ജോബ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഓഫ് ദി ജോബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ജോബിന് പുറമെ ഇപ്പം ക്ലാസ്സുകൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്ഥലത്ത് ക്ലാസ് എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് ഓഫ് ദി ജോബ് ആണല്ലേ. ജോബ് ചെയ്യുന്നതിൻ്റെ അതേ സമയത്ത് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മൾ എന്ത് പറയാം, ഓൺ ദി ജോബ് ട്രെയിനിങ് പറയാം കേട്ടോ. പ്രൊവൈഡ്സ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓക്കെ, സൂപ്പർവൈസേഴ്സ് ടീച്ച് എംപ്ലോയീസ് ദ സ്കിൽസ് ദേ നീഡ് വൈൽ ദേ ആർ വർക്കിംഗ്, ഹെൽപ്പിംഗ് ദം ലേണിംഗ് ഇൻ റിയൽ സിറ്റുവേഷൻ. ഓക്കെ, ഒരു റിയൽ സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും, ഈ പറയുന്ന എംപ്ലോയീസിനെ ഒരുപാട് സ്കിൽസുകൾ എന്ത് ചെയ്യും, പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ഈ പറയുന്ന പ്രൊവൈഡ്സ് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, ഇൻഫ്ലുവൻസ് വർക്കേഴ്സ്. ഓക്കെ, സൂപ്പർവൈസേഴ്സ് മോട്ടിവേറ്റ് ആൻഡ് ഗൈഡ് എംപ്ലോയീസ് ടു ഡു ദിയർ ബെസ്റ്റ് വർക്ക് ആൻഡ് ഫോളോ കമ്പനി ഗോൾസ്. ഓക്കെ, ഇതെന്താണ്, അവർ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, എംപ്ലോയീസിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് വർക്കേഴ്സിന് എന്ത് ചെയ്യും, ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും, പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഇപ്പോൾ നമ്മളോട്, ഇപ്പോൾ എനിക്കൊരു സൂപ്പർവൈസർ ഉണ്ട്, നിങ്ങൾക്കൊരു സൂപ്പർവൈസർ എന്ന് വിചാരിക്കുക, നിങ്ങളോടൊന്നും പറയുന്നില്ല, അത് ചെയ്യണമെന്ന് പറയുന്നില്ല, ഇത് ചെയ്യണമെന്ന് പറയുന്നില്ല, നിങ്ങളിങ്ങനെ ജോലി ചെയ്യുകയാണ്, മൂപ്പരാൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, നമുക്കൊരു ഒരു ഒരു ഇൻഫ്ലുവൻസിങ് അവിടെ, ഒരു പോസിറ്റീവായിട്ടൊരു ഫാക്ടർ അവിടെ വരുന്നില്ല അല്ലേ. നമ്മളിങ്ങനെ ചിന്തിക്കും, എന്തായാലും മൂപ്പരാൾ നമ്മുടെ ഒന്നും സംസാരിക്കാത്ത, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്കൊരു ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് വരാൻ തുടങ്ങും. പക്ഷേ നല്ല ഒരു സൂപ്പർവൈസറാണ്, ഓക്കെ ഉഷാർ കേട്ടോ, നീ ഇതുവരെ ചെയ്ത വർക്കൊക്കെ അടിപൊളിയാണ്, ഇനി കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാണ്ട്, അതിന് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട് ഒക്കെ പറഞ്ഞു നമുക്ക് എന്താണ് അവിടെ ഒരു ഇൻഫ്ലുവൻസിങ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അവിടെ, ആ ഒരു ഫാക്ടർ അവിടെ നിന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്, അവരെ മോട്ടിവേറ്റ്, സെയിം പോയിന്റ് കേട്ടോ, എല്ലായിടത്തും പറയുന്ന മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, പ്രൊവൈഡ് ഫീഡ്ബാക്ക് അല്ലേ. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ ഇത് ഒരു റോൾ ഓഫ് സൂപ്പർവൈസർ എന്നുള്ള പോയിന്റ് ആയിട്ട് എടുക്കരുത്. നമുക്ക് ലൈഫിലൊക്കെ വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി കേട്ടോ ഫീഡ്ബാക്ക്. എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും വേണം, നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കും വേണം. എല്ലാവരുടെ അടുത്തൊന്നുമല്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് നമ്മൾ നിരന്തരം അന്വേഷിക്കണം. എന്തെങ്കിലും മാറ്റങ്ങൾ വരണം. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുകയാണ്, ഈ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുന്നത് നിങ്ങൾക്ക് എന്താണ്, ഇവിടെ കമൻറ്റ് ഓപ്ഷൻ ഉണ്ട് റൈറ്റ്. നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യാം, സാറേ ആ ഒരു രീതി മാറ്റണം, സാർ ഈ ഒരു രീതി, ഡെഫിനറ്റ്ലി ഞാൻ അത് മാറ്റം കൊണ്ടുവരും. എന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അടുത്ത വീഡിയോ എനിക്ക് എത്താൻ പറ്റുള്ളൂ. എം ഐ റൈറ്റ്? അതാണ് എന്ത് പ്രൊവൈഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അല്ലേ. സൂപ്പർവൈസേഴ്സ് എന്താണ്, ഗിവ് വർക്കേഴ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ഹൗ ദേ ആർ ഡൂയിങ്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കും. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഹെൽപ്പിംഗ് ദം ഇംപ്രൂവ് ആൻഡ് സക്സീഡ് ഇൻ ദർ റോൾസ്. എന്നിട്ട് എന്ത് ചെയ്യും, ആ ചെയ്യുന്നതിൽ ഒരു കുറച്ച് മാറ്റങ്ങൾ വരാണ്ട് കേട്ടോ, അത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെങ്കിലും ചെയ്യാൻ പറ്റും. അവരെന്ത് ചെയ്യും, ഒരുപാട് അഭിപ്രായങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവരെ ഡെവലപ്പ് ചെയ്യും. അതാണ് ഈ പറയുന്ന പ്രൊവൈഡ് ഫീഡ്ബാക്ക് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എസ് എ മാർക്സിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ക്ലിയർ ആവാനും വേണ്ടിയിട്ട് മേ ബി ഇപ്പം ഒരു 50% ഓഫ് സ്റ്റുഡൻസിന് മേ ബി കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ബാക്കി 50% ഓഫ് സ്റ്റുഡൻസ് ചിലപ്പോൾ ചെറിയ ഡൗട്ട്സ് ഉണ്ടാവും, ശരിയല്ലേ. അവർക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ വേറൊരു എക്സ്പ്ലനേഷൻ കൂടി തരാം കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇതാണ് എക്സാമ്പിൾ, ഇത് പഠിച്ചാൽ മതി. ഇതാണെന്ത് ഇമ്പോർട്ടൻസും ഫങ്ഷൻസും റോൾസ് ഓഫ് സൂപ്പർവൈസറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് കേട്ടോ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, കല്യാണരാമൻ ഫിലിം അങ്ങ് എടുക്കുക. കല്യാണരാമൻ ഫിലിം അറിയില്ല, എല്ലാവരും കണ്ട ഫിലിമാണ് അല്ലേ. ഇതിൽ ദിലീപ് ആരാണ്, ദിലീപിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സൂപ്പർവൈസറായിട്ട് എടുക്കുക. ഓക്കെ, സൂപ്പർവൈസറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഓരോ പോയിന്റ് നോക്കാം കേട്ടോ. മെയിൻറ്റെയിൻ ഡേ ടു ഡേ വർക്ക് അല്ലേ. ദിലീപാണ് എന്ത് ചെയ്യുന്നത്, അതിൽ പറയുന്നില്ലേ, പിന്നെ കുട്ടിയുടെ എന്താണ് ഒരുപാട് പ്രോഗ്രാംസിനെ പറ്റി എനിക്ക് മറന്നു വിട്ടോ ഡയലോഗ്. പിന്നെ ഇങ്ങനെ കുട്ടി ജനിച്ചത് മുതൽ മരണത്തിൻ്റെ 40 വരെയുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ എടുക്കുമാറ് നമ്മൾ ഈ പറയുന്ന ആ ഒരു ഡയലോഗ് വരുന്നുണ്ടല്ലോ. അതാണത് എല്ലാ ഡേ ടു ഡേ വർക്ക്സ് എന്ത് ചെയ്യും, ദിലീപ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദിലീപാണ് കേട്ടോ ഇതിന് സൂപ്പർവൈസർ, കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ. പിന്നെന്താ, ലിങ്ക് ബിറ്റ്വീൻ മാനേജർ ആൻഡ് വർക്കർ. ഇപ്പം ഇവരുടെ ഫാമിലിയിൽ ഏറ്റവും മൂത്ത ആൾ ഈ പ്രായമുള്ള ഒരു വ്യക്തിയാണല്ലേ. അപ്പോൾ ഇദ്ദേഹമായിരിക്കും എന്ത് ആ ഒരു പിന്നെ അവരെ കാറ്ററിങ്ങിൻ്റെ ഒരു മാനേജർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ദിലീപായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ദിലീപ് അത് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെ ദിലീപ് എന്താണ്, ഒരു ലിങ്ക് ബിറ്റ്വീൻ മാനേജർ ആൻഡ് എന്താണ് വർക്കർ ആയിട്ടുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് ദിലീപ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ് ഗ്രൂപ്പ് യൂണിറ്റി അല്ലേ. അവിടെ അവരെല്ലാവരും ഒരു രസമല്ലേ ആ ഒരു ഫിലിമിൽ, എല്ലാവരും ആ ഒരു ഈ ഒരു സീന് മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ ഒരു കിച്ചണിലെ സീന് മാത്രം നമുക്ക് കണ്ടാൽ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണല്ലേ. സെലിം കുമാറിൻ്റെ ആയിക്കോട്ടെ, ഇന്നസെൻറ്റിൻ്റെ ആയിക്കോട്ടെ, പിന്നെ ഇവരൊക്കെ എന്താണ് നല്ലൊരു ഒരു ഗ്രൂപ്പിൻ്റെ ഒരു രസം അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ വരുന്നതാണ് എൻഷ്യൂർ പെർഫോമൻസ് ഓഫ് വർക്ക്. അവർ പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എൻഷ്യൂർ ചെയ്യും. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും ഇപ്പോൾ ഇതിൽ പറയുന്നില്ലേ, അതിൽ കുറച്ച് പിന്നെ പൂഞ്ഞിക്കരോട് പറയുന്നുണ്ടല്ലേ, മസാല പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ
പൊരികരം മസിൽ പിടിച്ചിട്ട് കളിക്കുന്ന പറയുന്നത്. അതൊക്കെ എന്താണ്, അവരുടെ വർക്കിനെ കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം. അതായത് മസാല പിടിച്ചിട്ടില്ല, ഒന്ന് മസാല പിടിപ്പിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്നസെൻറ്റ് ദേഷ്യം പിടിച്ചിട്ട് എന്ത് പറയുകയാണ്, മസിൽ പിടിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാനിത് ഇതാക്കുന്നത് പറയുന്നത് അല്ലേ. അതാണെന്ത് എൻഷുർ പെർഫോമൻസ് ഓഫ് വർക്ക്. പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡ് ഓൺ ദി ജോബ് ട്രെയിനിങ് അല്ലേ. ഓൺ ദി ജോബ് ട്രെയിനിങ് വരുമ്പോൾ നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ. പിന്നെ സെലിംകുമാറിനോട് ഈ അച്ചാച്ചൻ പറയുന്നില്ലേ, കിണ്ടി തിരിച്ചു വെക്കാൻ പറയുന്നില്ലേ, അതെന്താ ഓൺ ദി ജോബ് ട്രെയിനിങ് അല്ലേ. ജോലി ചെയ്യുന്ന സമയത്ത് അതിന് ട്രെയിനിങ് കൊടുക്കണം. എടോ കിണ്ടി അങ്ങനെയല്ലേ വെക്കണ്ട കേട്ടോ, അതിന് ബാക്കിയാ പറയുന്നില്ല, അത് ഇങ്ങനെ തിരിച്ചാൽ വെക്കണ്ടെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, മൂപ്പര അത് തിരിഞ്ഞിരിക്കുകയാണല്ലേ. അതിന് ശേഷം മനസ്സിലാവും, ഓ സോറി ഇതല്ല കിണ്ടി തിരിച്ചു വെക്കണം. അതാണെന്ത് ഈ പറയുന്ന ഓൺ ദി ജോബ് ട്രെയിൻ കേട്ടോ. ആ കോൺസെപ്റ്റ് കിട്ടും നിങ്ങൾക്ക്. ഓൺ ദി ജോബ് ട്രെയിനിങ്, ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ട്രെയിനിങ് കൊടുക്കും സൂപ്പർവൈസേഴ്സ്. ഓക്കെ. പിന്നെ വരുന്നതാണെന്ത് ഇൻഫ്ലുവൻസ് വർക്കേഴ്സ് അല്ലേ. വർക്കേഴ്സിന് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇപ്പോൾ ദിലീപിൻ്റെ ആ ഒരു ഓട്ടവും ചാട്ടം കാണുന്ന സമയത്ത് എന്താണ് മറ്റുള്ളവർക്കൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു വേഗത ഉണ്ടാവും അല്ലേ. കാരണം ദിലീപ് അതിലെന്താണ് ഇങ്ങനെ പാറി നടക്കുകയാണ് റൈറ്റ്. ഒരു സൂപ്പർവൈസർ എന്നുള്ള ഒരു റോളിൽ ഏറ്റവും നമുക്ക് എടുക്കാൻ പറ്റുന്ന എക്സാമ്പിളാണ്, കേസ് സ്റ്റഡിയാണ് ദിലീപിൻ്റെ ഈ ഫിലിം എന്നുള്ളത്. ഓക്കെ. അതെന്താണ് വർക്കേഴ്സിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫീഡ്ബാക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ മൂപ്പരോട് പറയുന്നില്ലേ, അച്ചുവേട്ടനെ പോലെ തന്നെ എന്നൊക്കെ പറയുന്നില്ലേ, സാമ്പാറിന് ടേസ്റ്റ് നോക്കട്ടെ ഇത് അച്ചുവേട്ടനെ പോലെ തന്നെ എന്ന് പറയും. അപ്പോൾ ഇന്നസെൻറ്റ് എന്ത് പറയുകയാണ്, അവൻ്റെ സാമ്പാറിന് താടി വീശേണ്ടത് ഇരിക്കുന്നില്ല അല്ലേ. അതാണെന്ത് പ്രൊവൈഡ് ഫീഡ്ബാക്ക് കിട്ടോ. അതായത് സൂപ്പർവൈസർ നിലയിൽ എന്താണ് അദ്ദേഹം ഈ പറയുന്ന എല്ലാ റോളിലും ബെസ്റ്റ് ഫിറ്റാ ദിലീപ് അല്ലേ, ബെസ്റ്റ് ഫിറ്റാണ് റൈറ്റ്. ഇതാണെന്ത് ഇമ്പോർട്ടൻസ് ഓർ ഫങ്ഷൻസ് ഓർ റോൾ ഓഫ് സൂപ്പർവൈസർ എന്നുള്ളത്. ഓക്കെ. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചേ പറ്റൂ. ഈ പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കുക. അതിന് എക്സ്പ്ലനേഷൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. നോട്ട്സൊക്കെ ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. എന്താണ് മെയിൻറ്റെയിൻസ് ഡേ ടു ഡേ വർക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ലിങ്ക് ബിറ്റ്വീൻ മാനേജർ ആൻഡ് വർക്കേഴ്സ് ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് പെർഫോമൻസ് എൻഷുർ ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നെങ്കിൽ അത് മാറ്റങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ പ്രൊവൈഡ് ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കുക അല്ലേ. ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കുക. വർക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. ഈ ഫിലിം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷൻസും ഇമ്പോർട്ടൻസും അതിൻ്റെ റോൾസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. ഇപ്പോൾ ക്ലിയർ അല്ലേ. മുന്നേ ചെറിയ ഡൗട്ട്സിലൊക്കെ ഇപ്പോൾ എന്തായിരിക്കും ക്ലിയർ ആൻഡ് കൺസൈസ് ആയിരിക്കും റൈറ്റ്. അപ്പോൾ ഇതാണ് എന്ത് ഇമ്പോർട്ടൻസ് ഓർ ഫംഗ്ഷൻ ഓർ റോൾ ഓഫ് സൂപ്പർവൈസർ എന്നുള്ളത് കേട്ടോ. നേരത്തെ നമ്മൾ കല്യാണരാമല്ല എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഇത് എന്താണ് ഒരു കോർപ്പറേറ്റ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. ഒരു നല്ല സൂപ്പർവൈസറിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നേരെ സ്റ്റീവ് ജോബ്സ് എന്നുള്ളത് അല്ലേ. കോ ഫൗണ്ടർ ഓഫ് ആപ്പിളാണ്. ആപ്പിളിൻ്റെ ഒരുപാട് കാലത്ത് CEO ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കോട്ട് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ടു ഹയർ സ്മാർട്ട് പീപ്പിൾ ആൻഡ് ടെൽ ദം വാട്ട് ടു ഡു. വി ഹയർ സ്മാർട്ട് പീപ്പിൾ സോ ദേ ക്യാൻ ടെൽ us വാട്ട് ടു ഡു. അതായത് നമ്മൾ സ്മാർട്ടായിട്ടുള്ള ആളുകളെ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ ഫേമിലേക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവരോട് ഇത് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ എന്തില്ല സെൻസ് ഇല്ല. നമ്മൾ അവർക്ക് ഓർഡർ കൊടുക്കുന്നതിൽ എന്തില്ല സെൻസ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മാർട്ടായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ തീരുമാനിക്കും ആപ്പിൾ ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് റൈറ്റ്. ഇതൊക്കെ എന്താണ് ഒരു ബെസ്റ്റ് സൂപ്പർവൈസറുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആട്ടോ സ്റ്റീവ് ജോബ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഇപ്പോൾ രത്തൻ ടാറ്റ ഉണ്ടാവും അല്ലേ, നമുക്ക് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ എടുക്കാൻ പറ്റും. ഓക്കെ. സോ ഇതാണ് എന്ത് ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂപ്പർവൈസറുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്നുള്ളത്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡയറക്റ്റിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സൂപ്പർവിഷൻ്റെ നമ്മൾ പ്രധാനപ്പെട്ട SA മാർക്സിൻ്റെ ഒരുപാട് റോൾസ് ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. സോ നമ്മൾ അറ്റ് ദ ബിഗിനിങ്ങിലാണ് റൈറ്റ്. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ അക്കാഡമിയുടെ വീഡിയോ നമ്മൾ ഒരു ബിഗിനിങ് സ്റ്റേജിലായിരിക്കും കാണുന്നുണ്ടാവുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ ക്ലാസ് ബെനിഫിറ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തൊക്കെയുണ്ടല്ലേ ഒക്കെ ചെയ്യുക. നിങ്ങൾ മനസ്സിലായി ഞാൻ പറയണ്ടല്ലോ, നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ XYZ കാര്യങ്ങൾ അറിയാലോ, ഒക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് ആയിരിക്കും. ഇതേപോലെ ക്ലിയർ കൺസൈസ് ക്രിസ്പായിട്ടുള്ള നിങ്ങളിത് മാത്രം പഠിച്ച എക്സാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടോപ്പിക്സ് ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും. സോ വി ക്യാൻ സീ അറ്റ് ദി നെക്സ്റ്റ് ഡേ. സോ ഗുഡ് ബൈ.